ഇന്ന് മനുഷ്യർ ദുഃഖക്കടലിൽ മുങ്ങി പൊങ്ങി തപിക്കുകയാണ്. തല പുകഞ്ഞു എന്ത് ചെയ്യണമെന്നും അറിയാതെ നിലവിളിക്കുകയാണ്. പരസ്പരം ആക്രമിക്കുന്നു. യുദ്ധവും പട്ടിണിയും ഭീതി പുലർത്തുന്നു. മതസൗഹൃദം തകരുന്നു. കാമവ വികാരം കൊടികുത്തി വാഴുന്നു. സ്ത്രീകൾക്ക് സുരക്ഷയില്ല. കുടുംബത്തോടെയുള്ള ആത്മഹത്യ കൂടി വരുന്നു. ഇന്ന് ലോകം ഒരു മഹാ ദൂരന്തത്തിന്റെ വക്കിലാണ്. ഇതിൽ നിന്നും എന്നാണ് ഒരു മുക്തി ലഭിക്കുന്നത്? യഥാർത്ഥവും അത്യാത്ഭുതവുമായ കഥയാണ് ഈ വീഡിയോയിലൂടെ പ്രദർശിക്കപ്പെടുന്നത്. യഥാർത്ഥവും അത്യാത്ഭുതവുമായ കഥയാണ് ഈ വീഡിയോയിലൂടെ പ്രദർശിക്കപ്പെടുന്നത്. ഓരോ മനുഷ്യരും ദൈവത്തെ അന്വേഷിക്കുന്നു. എന്നാൽ ആർക്കും സത്യത്തെ അറിയുവാനായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്വയം ഈശ്വരൻ തന്നെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു പരകായ പ്രവേശത്താൽ തൻ്റെ പരിചയം സ്വയം നൽകും. തമസോമ ജ്യോതിർഗമയ, അതായത് അജ്ഞാനമായ ഇരുട്ടിൽ നിന്നും ജ്ഞാനമായ പ്രകാശത്തിലേക്ക് നയിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ആരോടാണ് പറയുന്നത്? 14 ലോകവും രചിച്ച പരമാത്മാവ് സ്വയം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു ജ്ഞാനം നൽകുന്നു എന്നത് ആരും സത്യമെന്ന് കരുതില്ല. എന്നാൽ പരമാത്മാവ് പറയുന്നത് എല്ലാ ആത്മാക്കളും അദ്ദേഹത്തിന്റെ സന്തതികളാണെന്നും നരകമായിരിക്കുന്ന ഈ ലോകത്തെ വീണ്ടും ഉദ്ധരിപ്പിച്ചു തന്റെ സന്തതികളെ ദുഃഖത്തിൽ നിന്നും വേദനകളിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നും പറയുന്നു. അജ്ഞാനത്തിന്റെ മൂലകാരണം മനുഷ്യർ തങ്ങൾ അവിനാശിയായ ആത്മാക്കളാണെന്നത് മറന്നു സ്വയത്തെ ശരീരമാണെന്ന് കരുതുന്നു. ശരീരം നശ്വരമാണ്, എന്നാൽ ആത്മാവിന് മരണമില്ല. ഇത്രയും കാലം മനുഷ്യർ പല രൂപത്തിലും പല രീതിയിലും ദൈവത്തെ ആരാധിച്ചു. ആ ഭക്തർക്ക് ജ്ഞാനം എന്ന പാരിതോഷികം നൽകുവാനും കൂടിയാണ് ഈശ്വരന്റെ ഈ വരവ്. സ്വയത്തെ ആത്മാവാണെന്ന് ഉറപ്പിച്ചാൽ തൻ്റെ പരംപിത പരമാത്മാവിനെ ഓർമ്മ വരും. പരമാത്മാവ് എല്ലാ മതങ്ങൾക്കും അതീതമാണ്. അദ്ദേഹവുമായുള്ള ബന്ധം ഭക്തനും ഈശ്വരനുമായുള്ളതല്ല, മറിച്ച് മക്കളും അച്ഛനുമായുള്ളതാണ്. അതുകൊണ്ട് ഭിക്ഷ യാചിക്കേണ്ടതില്ല. അച്ഛൻ സർവശക്തിമാനായതുകൊണ്ട് മക്കളും മാസ്റ്റർ ശക്തിവാന്മാരാണ് എന്ന് ധരിക്കണം. ഇനി പരമാതാവ് എങ്ങനെ, എവിടെ, എന്തിന് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതറിയാൻ ഈ യഥാർത്ഥ സംഭവകഥ കാണുക. ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ താങ്കളുടെ മിക്ക പ്രശ്നങ്ങൾക്കും സമാധാനമുറപ്പാണ്. എല്ലാ ഭയാശങ്കകളും വിട്ടുമാറും. അനുഭവസ്ഥർ ലക്ഷക്കണക്കിനുണ്ട്. ഭാരതത്തിന്റെ വിഭജനത്തിന് മുൻപ് ഹൈദരാബാദ് സിന്ധ് പ്രവിശ്യയിൽ ലേഖരാജ് എന്നൊരു കൊച്ചു പയ്യൻ കന്നുകാലികളെ മേച്ചു നടന്നിരുന്നു. സ്വന്തം പരിശ്രമം കൊണ്ട് അദ്ദേഹം ഒരു ധനികനായ രത്നവ്യാപാരിയായി മാറി. അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധിയും കളങ്കമില്ലാത്ത പെരുമാറ്റവും മൂലം രാജകുടുംബത്തിലെ അന്തപുരത്തിൽ പോലും ആഭരണങ്ങളും മറ്റും വിൽക്കുന്നതിനായി പ്രവേശന സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു തീവ്ര വിഷ്ണുഭക്തനായിരുന്നു. എപ്പോഴും സത്സംഗത്തിൽ പങ്കെടുക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഭക്തി പ്രഭാഷണ സമയത്ത് പെട്ടെന്നെന്തോ സംഭവിച്ചതുപോലെ എഴുന്നേറ്റ് തൻ്റെ ഭവനത്തിലെ സ്വന്തം മുറിയിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ മരുമകൾ, മകന്റെ ഭാര്യ ഇത് ശ്രദ്ധിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു മുറിയിലെത്തി. അവിടെ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചുറ്റുപാടും പ്രകാശകിരണങ്ങൾ പറക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതശൈലി തന്നെ മാറി. അദ്ദേഹം മൗനം കൈവരിച്ചു. അദ്ദേഹത്തിന്റെ മുന്നിൽ സാക്ഷാൽ പരാത്മാവായ ശിവഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ചതുർഭുജധാരിയായി പ്രത്യക്ഷപ്പെട്ടു. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന മഹാവിനാശത്തിൻ്റെയും ബ്രഹ്മാമുഖാന്തരം പുതിയ സൃഷ്ടിയുടെ പുനരാരംഭത്തെയും മറ്റും സാക്ഷാത്കാരം
സാക്ഷാത്കാരം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. സംഭവിക്കുന്നത് എന്തെന്നറിയാതെ പരിഭ്രമിച്ചു വിറക്കുന്ന അദ്ദേഹത്തോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: താങ്കൾ ഇനി ബ്രഹ്മാവ് എന്ന നാമത്തിൽ അറിയപ്പെടും. അങ്ങനെ ബ്രഹ്മാമുഖാന്തിരം ബ്രാഹ്മണരുടെ സൃഷ്ടി. അങ്ങനെ ബ്രഹ്മ മുഖാന്തിരം ബ്രാഹ്മണരുടെ സൃഷ്ടി പുനരാരംഭിക്കും. സൃഷ്ടിയുടെ ആദി, മധ്യ, അന്ത്യത്തിൻ്റെ സത്യമായ ജ്ഞാനം തങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ഞാൻ തന്നെ പൂർവകൽപ്പത്തിലെന്ന പോലെ ആത്മാക്കളുടെ ഉദ്ധാരണം ചെയ്യുന്നതാണ്. ഈ ജ്ഞാനത്താൽ കലിയുഗ അന്ത്യവും സതിയുഗ സ്ഥാപനയും സംഭവിക്കുന്നു. ഇപ്പോൾ സംഗമയുഗം ആരംഭിക്കുന്നു. കലിയുഗത്തിനും സത്യയുഗത്തിനും ഇടയിലുള്ള സമയമാണ് സംഗമയുഗം. എല്ലാ ആത്മാക്കളും പരിശുദ്ധമാകുന്നതുവരെ വിനാശം സംഭവിക്കുകയില്ല. ഈ സമയത്ത് ദൈവീക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നവർ സത്യയുഗത്തിൽ സ്വമേധയാ ജന്മമെടുക്കുന്നു. അവർ ദേവീ ദേവതകളായി മാറുന്നു. മറ്റുള്ളവർ കർമ്മഫലം ഉപയോഗിച്ചു ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ജനിക്കുന്നു. സത്യയുഗത്തിൽ കർമ്മം അകർമ്മമാണ്. അവിടെ സംഗമയുഗത്തിൻ്റെ ഫലപ്രാപ്തിയാണ് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള സാക്ഷാത്കാരങ്ങൾ പുനരാവർത്തിച്ചു. അദ്ദേഹം തൻ്റെ മുറിയിൽ സദാസമയവും യോഗാധിഷ്ഠനായി കാണപ്പെട്ടു. വിവരമറിഞ്ഞ ബന്ധുക്കളും അയൽക്കാരും അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. മൗനവ്രതം ആചരിക്കുന്ന അദ്ദേഹത്തിന് ചുറ്റും അവർ ആസനസ്ഥരായി. അദ്ദേഹത്തിൻ്റെ വദനത്തിലെ അസാധാരണ പ്രകാശം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പലരും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തു ശ്രീകൃഷ്ണനെയാണ് ദർശിച്ചത്. ഈ അവിശ്വസനീയമായ വാർത്ത കാട്ടുതീ പോലെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പടർന്നു. കൂടുതൽ വ്യക്തികൾ, പ്രത്യേകിച്ചു സ്ത്രീകളും യുവതികളും കൂട്ടത്തോടെ അവിടുത്തെ നിത്യസന്ദർശകരായി. ഈ വിവരം അറിയാത്ത ചിലർക്ക് പോലും സ്വപ്നത്തിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഓം എന്ന പ്രണവമന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. പിന്നീട് അവിടെ സന്നിഹിതരായവർക്ക് സൃഷ്ടിയുടെ ആദി, മധ്യ, അന്ത്യത്തെ പറ്റിയും പരമാത്മാവിൻ്റെ നാമം, ധാമം, കർത്തവ്യം മുതലായവ വിവരിച്ചു പറഞ്ഞു കൊടുത്തു. ഈ യഥാർത്ഥ ജ്ഞാനം ഭൂമിയിൽ ഇതുവരെ ആർക്കും ലഭ്യമായിട്ടില്ലെന്നും ഈ നരകത്തെ സ്വർഗമാക്കി മാറ്റുവാനായി പരമാത്മാവായ ശിവൻ സ്വയം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നും മറ്റും മനസ്സിലാക്കി കൊടുത്തു. വേദ, ശാസ്ത്ര, പുരാണത്തിൽ നിന്നും വ്യത്യസ്തമായ ഈ ജ്ഞാനം സത്യമായ ജ്ഞാനമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുവാൻ ആരംഭിച്ചു. ദിനം ദിനം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിക്കാൻ 100 കണക്കിന് ഭക്തർ വന്നു തുടങ്ങി. ഓം മണ്ഡലി എന്ന നാമധേയത്തോടു കൂടി ഒരു സേവാ കേന്ദ്രം ആരംഭിച്ചു. അദ്ദേഹം തൻ്റെ രത്നവ്യാപാരം അവസാനിപ്പിച്ച് തൻ്റെ പങ്കാളിക്കു കൈമാറി. അതുവരെയുള്ള സർവ്വ സമ്പാദ്യങ്ങൾ മൂലധനമാക്കി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൽ സ്ത്രീകളായിരുന്നു ട്രസ്റ്റിമാർ. ബ്രഹ്മാവിൻ്റെ ശരീരം ഉപയോഗിച്ചു ശിവഭഗവാൻ തൻ്റെ മക്കളെ, മധുരമായ കുട്ടികളെ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. ആരംഭത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കി: ഇപ്പോൾ നൽകപ്പെടുന്ന ഈ യഥാർത്ഥ ജ്ഞാനം ഭൂമിയിൽ ഇതുവരെ ആർക്കും ലഭ്യമായിട്ടില്ലെന്നും ഈ നരകത്തെ സ്വർഗമാക്കി മാറ്റുവാനായി പരമാത്മാവായ ശിവൻ സ്വയം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നും മറ്റും മനസ്സിലാക്കി കൊടുത്തു. വേദ, ശാസ്ത്ര, പുരാണത്തിൽ നിന്നും വ്യത്യസ്തമായ ഈ ജ്ഞാനം സത്യമായ ജ്ഞാനമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുവാൻ ആരംഭിച്ചു. ദിനം ദിനം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിക്കാൻ 100 കണക്കിന് ഭക്തർ വന്നു തുടങ്ങി. ഓം മണ്ഡലി എന്ന നാമധേയത്തോടു കൂടി ഒരു സേവാ കേന്ദ്രം ആരംഭിച്ചു. ലോകത്തിൽ എല്ലാ കോണുകളിലും പ്രചരിക്കപ്പെടുമെന്നും ജനങ്ങൾ ജാതി, മത, രാജ്യഭേദമില്ലാതെ ഇതിലെ അംഗമാകുമെന്നും പറഞ്ഞു. ഞാൻ പരമാത്മാവാണ്. ഞാനൊരു പ്രകാശബിന്ദുവാണ്. എനിക്ക് ഭൗതിക ശരീരമില്ല. നിങ്ങളെല്ലാം ആത്മാക്കളാണ്, എൻ്റെ സന്തതികളാണ്.
നിങ്ങൾ ആത്മാക്കളാണെന്ന് ധരിച്ചു എന്നെ അച്ഛനായി ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഭസ്മമാകും. Here people from all religions live in peace and harmony. ആദ്യവും അന്ത്യവും ഇല്ലാത്തതാണെന്നും എന്നാൽ ഈ സൃഷ്ടിയിലെ നാടകം 5000 വർഷത്തിന് ശേഷം പൂർവ്വകൽപ്പത്തിൽ എന്ന പോലെ പുനരാരംഭിക്കപ്പെടുമെന്നും ബോധ്യപ്പെടുത്തി. ശിവപരമാത്മ മുഖാന്തരം നൽകുന്ന ഈ ജ്ഞാനത്താൽ ബ്രാഹ്മണർ സൃഷ്ടിക്കപ്പെടുമെന്നും അവർ തന്നെയാണ് സത്യയുഗത്തിൽ ദേവീ ദേവതകളായി മാറുന്നതെന്നും പറഞ്ഞു. 33,09,16,008 ആത്മാക്കൾക്ക് മാത്രമാണ് അവിടെ പ്രവേശിക്കാനാവുക. ഇപ്പോഴത്തെ ജനസംഖ്യ 900 കോടിയാണ്. ഗര, കാമ, ക്രോധ, മത, മോഹ, ലോഭ, ഈർഷ്യ, അസൂയ തുടങ്ങിയ വികാരങ്ങളെ പരിത്യജിച്ച് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തു സ്വധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം സ്വീകരിക്കുന്നു. മറ്റാത്മാക്കള് ഈ ദേവി ദേവതമാരുടെ ഭക്തരായി ത്രേതായുഗത്തിലോ കലിയുഗത്തിലോ തങ്ങളുടെ കർമാനുസരണം ജന്മമെടുക്കുന്നു. അവർ തന്നെയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതും ഭക്തിമാർഗം കൈവരിക്കുന്നതും. ഇതെല്ലാം മനസ്സിലാക്കുവാൻ തെളിഞ്ഞ പരിശുദ്ധമായ കൂർമ്മബുദ്ധിയുടെ ആവശ്യകതയുണ്ട്. ഭാരതത്തിന്റെ വിഭജനത്തിന് ശേഷം ഈ ഓം മണ്ഡലിയുടെ ആസ്ഥാനം പാകിസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലേക്ക് മാറ്റപ്പെട്ടു. ഇന്ന് ഈ സ്ഥാപനം പ്രജാപിത ബ്രാഹ്മകുമാരിസ് എന്ന പേരിൽ വിശ്വവിഖ്യാതമാണ്. ഏകദേശം 150 രാജ്യങ്ങളിൽ ജനങ്ങൾ രാജയോഗം അഭ്യസിച്ചു വരുന്നു. അപ്പോഴത്തെ ഈശ്വര പ്രവചനങ്ങൾ ഇപ്പോൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ശിവഭഗവാൻ വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ. സംഭവാമി യുഗേ യുഗേ എന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നത്. പക്ഷേ സത്യയുഗത്തിൻ്റെ അന്ത്യത്തിൽ ധർമ്മത്തിന് ഗ്ലാനിയുണ്ടാകുമോ? ധർമ്മക്ഷയമുണ്ടാകുമോ? ധർമ്മം ക്ഷയിക്കുന്നത് കലിയുഗത്തിൽ മാത്രമല്ലേ? അപ്പോൾ കൽപ്പാന്തം എന്നതായിരിക്കില്ലേ ഉദ്ദേശിച്ചിരുന്നത്, അല്ലാതെ യുഗേ യുഗേ എന്നായിരിക്കുമോ? ഇതുപോലുള്ള പല സത്യങ്ങളും മനുഷ്യർ തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു യൂറോപ്യൻ പുരാവസ്തു ഗവേഷകൻ ഗീതയിലെ 5000 വർഷത്തെ കാലചക്രത്തെപ്പറ്റി പരിഹാസത്തോടെ ഒരു സ്വാമിജിയോട് സംസാരിച്ചു. ഈ ഭൂമി എത്രയോ കോടിക്കണക്കിന് വർഷം മുമ്പ് രൂപപ്പെട്ടതല്ലേ? അപ്പോൾ ഈ പറയുന്നത് അസംബന്ധമല്ലേ എന്ന സംശയം പ്രകടിപ്പിച്ചു. സ്വാമിജി പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഇന്നലെ താങ്കൾ ഒരു സ്വപ്നം കണ്ടിരുന്നു എന്ന് കരുതൂ. അപ്പോൾ രാത്രിയിൽ ട്രെയിൻ യാത്രയിലായിരുന്ന അങ്ങയുടെ വിലപിടിച്ച വസ്തുക്കളടങ്ങിയ ബാഗ് ഞാൻ കൈക്കലാക്കി ഓടിമറഞ്ഞു എന്നിരിക്കട്ടെ. താങ്കൾക്ക് എന്നെ പിന്തുടരുവാനും കഴിഞ്ഞില്ല. അപ്പോൾ താങ്കൾ നിലവിളിക്കുന്നു, സങ്കടപ്പെടുന്നു. തത്സമയം താങ്കൾ നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ അത് സ്വപ്നമാണെന്ന് മനസ്സിലായി. ആ സ്വപ്നത്തിൽ നക്ഷത്രങ്ങളും മനുഷ്യരും ട്രെയിനും എങ്ങനെ, എപ്പോൾ, ആർ മുഖാന്തരം നിർമ്മിക്കപ്പെട്ടു? അതിനുത്തരമുണ്ടോ? അതുപോലെ ഇതും ഒരു നീണ്ട സ്വപ്നം മാത്രമാണ്. അപ്പോൾ അതെല്ലാം സത്യം. ഇപ്പോൾ അത് മിഥ്യ. ഇപ്പോൾ താങ്കൾ ആ ബാഗ് എവിടെയെന്ന് എന്നോട് ചോദിക്കുമോ? ഈ ഭൂമുഖത്ത് ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു നാടകമാണ്. സൃഷ്ടിയുടെ ദൈർഘ്യം എന്നത് 5000 വർഷങ്ങൾ മാത്രം. വീണ്ടും ഇത് ആവർത്തിക്കുന്നതാണ്. അങ്ങനെ ആ വിദേശിയുടെ സംശയം തീർന്നു. ഈശ്വരൻ പ്രദാനം ചെയ്ത ജ്ഞാനത്തിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. 1.
സ്വയത്തെ ആത്മാവാണെന്ന് കരുതി പിതാവായ പരമാത്മാവിനെ യാഥാർത്ഥ്യ രൂപത്തിൽ ഓർമ്മിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വികർമ്മങ്ങൾ വിനാശമാകും. 2. നമ്മൾ ആത്മാക്കളുടെ സ്വന്തം ഗൃഹം ശാന്തിധാമമാണ്. അച്ഛനോടൊപ്പം നമ്മൾ അവിടെ വസിച്ചിരുന്നു. അവിടെ സുഖമോ ദുഃഖമോ ഇല്ല, വെറും പരാമശാന്തി മാത്രം. 3. കലിയുഗത്തിന്റെ അന്ത്യത്തിനും സത്യയുഗത്തിന്റെ ആരംഭത്തിനു മുമ്പും ഇടയ്ക്കുള്ള സമയമാണ് സംഗമയുഗം. പകലിനും രാത്രിക്കുമിടയിലുള്ള സന്ധ്യസമയം പോലെ. സംഗമയുഗത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും ആത്മാക്കളുടെ ഭാഗ്യവും നിർഭാഗ്യവും മറ്റു യുഗങ്ങളിൽ രൂപപ്പെടുന്നത്. ഇത് മനസ്സിലാക്കി സ്വന്തം ഭാഗ്യം സ്വയം നേടിയെടുക്കുക. 4. ആത്മാവ് അവിനാശിയായതിനാൽ ആത്മഹത്യ സാധ്യമല്ല. ദേഹഹത്യ ചെയ്യുന്നവർ അതികഠിന ദുഃഖങ്ങൾക്ക് പാത്രീഭൂതരാകും. ഇത് നിശ്ചയം. അതുകൊണ്ട് ആരും ഇതിനെപ്പറ്റി ചിന്തിക്കരുത്. ദുഃഖങ്ങൾ കടിച്ചമർത്തി ജീവിക്കുക. ഓർക്കുക, നമ്മുടെ തന്നെ പൂർവജന്മത്തെ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. അത് അനുഭവിച്ചു തന്നെ തീർക്കണം. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. ശിവപരമാത്മാവിനെ യഥാർത്ഥത്തിൽ ഓർമ്മിക്കുന്നത് കൊണ്ടു വ്യഥകൾ തീർച്ചയായും ലഘൂകരിക്കപ്പെടും. നിത്യരാജയോഗ അഭ്യാസത്താൽ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഒഴിഞ്ഞുമാറും. വിനാശത്തിന്റെ സമയം സമീപത്തെത്തിക്കഴിഞ്ഞു. ബുദ്ധിപൂർവം പ്രവർത്തിച്ചു സുഖവും ശാന്തിയും ആരോഗ്യവും കീർത്തിയും ഭാവിയിൽ സ്വായത്തമാക്കുവാനുള്ള പ്രവൃത്തിയിൽ ഈടുപെടുക. ഓം ശാന്തി.